ഒരു കുടുംബത്തിലെ 3 പേരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെയ്യാറ്റിൻകര കൂട്ടപ്പന അറപ്പുരവിള വീട്ടിൽ മണിലാൽ, ഭാര്യ സ്മിത, മകൻ അഭിലാൽ എന്നിവരാണ് മരിച്ചത്. കൂട്ടപ്പനയിലെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചിരുന്നു. ആത്മഹത്യയാവാനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി 10:30 മണിയോടെയാണ് സംഭവം. കുടുംബസമേതം ജീവനൊടുക്കാൻ പോവുകയാണെന്ന് മണിലാൽ ചില ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ഇക്കാര്യമറിഞ്ഞ് നഗരസഭാ കൗൺസിലർ കൂട്ടപ്പന മഹേഷും മകനും സ്ഥലത്തെത്തിയപ്പോൾ മണിലാൽ എന്തോ ദ്രാവകം കുപ്പിയിൽ നിന്നും കുടിച്ച് കസേരയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. വീടിനകത്ത് കയറി നോക്കിയപ്പോൾ സ്മിതയും അഭിലാലിനെയും അവശനിലയിൽ കണ്ടെത്തി. വിഷം ഉള്ളിൽ ചെന്നാണോ മരണപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയുവാനും സാധിക്കുകയുള്ളൂ. സ്മിത എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പും പോലീസിന് ലഭിച്ചതായും പറയുന്നു. നമ്മുടെ ഒരു പൊതുപ്രവർത്തനായ പഴയ ഒരു എക്സ് കൗൺസിലർ മുണ്ടയ്ക്ക് രാജേഷ് എന്നിങ്ങനെ വിളിച്ചു മേശട്ട ഇങ്ങനെ ഈ ലാൽജി ഇങ്ങനെ എന്തോ ആസിഡ് എന്തോ കഴിക്കാൻ പോകുന്നു, കുടുംബമായിട്ട് ആകെ എല്ലാം ജീവിതം മതിയാക്കാൻ പോകുന്നു എന്ന് രാജേഷ് എന്നെ വിളിച്ച് പറഞ്ഞു. രാജേഷിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഇവൻ ലാൽജിയാന്ന് വിളിച്ച് പറഞ്ഞു. ഇത് ഞാൻ ഊണ് കഴിഞ്ഞിട്ട് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഈ വാർത്ത കേൾക്കാൻ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മകനുമായിട്ട് കണ്ണനുമായിട്ട് ബൈക്ക് തന്ന ഉടനെ തന്നെ ആ ഹോട്ടലെത്തി, അവൻ്റെ വീട്ടിലെത്തി. കൂട്ടപ്പന ക്ഷേത്രത്തിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ എത്തിയ സമയത്ത് ഇവൻ ഒരു മദ്യം എടുത്ത് ഇങ്ങനെ കഴിക്കാൻ പോകും. എന്നെ കണ്ടുകൊണ്ട് എന്നെ ആദ്യം അകത്ത് കയറ്റിയില്ല. ഞാൻ തട്ടി മാറ്റി ഞാൻ അകത്ത് കയറി. ഉടനെ കേട്ടനെ എന്നെ മുന്നിൽ അങ്ങ് ഫ്രണ്ടിലെത്തിയിട്ട് ഈ മദ്യം എടുത്ത് കഴിക്കാൻ പോയി. ഇവൻ ഈ മദ്യത്തിനെ തട്ടി എറിഞ്ഞിട്ട് ഞാൻ അകത്തെ റൂമിലോട്ട് കയറിയപ്പോൾ ആദ്യത്തെ മുറിയിൽ മകൻ കിടക്കുന്നു, രണ്ടാമത്തെ മുറിയിൽ അവൻ്റെ ഭാര്യ കമഴ്ന്ന് കിടന്നു, തറയിൽ കമഴ്ന്ന് കിടന്നു. ഇതിനിടയ്ക്ക് ഇവൻ ആ വാഷ് ബേസിൻ്റെ അവിടെ പോയി എന്തോ എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു. ജസ്റ്റ് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് യവൻ എന്തോ എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഭാര്യയും മകനും കിടക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവർ അങ്ങ് മരിച്ച രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് കണ്ടുകൊണ്ട് ഞാൻ യവൻ എടുത്ത് കഴിച്ചുകൊണ്ട് യവൻ ഇങ്ങനെ കോഴി കറങ്ങുന്നത് പോലെ കറങ്ങി പോകുന്നുണ്ട്. ഇവനെ ഞാനും എൻ്റെ മകനും കൂടെ പിടിച്ച മേശയിൽ കസേരയിരുത്തി ഞാൻ എൻ്റെ പെട്ടെന്ന് ആംബുലൻസ് 108 വിളിക്കാൻ പറഞ്ഞു. 108 വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു കാറ് വന്നു. അപ്പുറത്തെ വീട്ടിലൊരു കാർ ഫാമിലി ആയിട്ട് അവരെ ഇറക്കി വിട്ട് ഞാൻ പെട്ടെന്ന് ഈ മകനെയും അഭിലാലിനെയും സ്മിത അവൻ്റെ ഭാര്യയെയും പെട്ടെന്ന് വണ്ടി കയറ്റെന്ന് പറഞ്ഞാൽ കോഴി ചത്തതുപോലെ ഞാൻ കുഴഞ്ഞു പോയി. ഞാൻ പെട്ടെന്ന് വണ്ടിയിലെടുത്ത് കയറ്റി ഇവർ രണ്ടുപേരെയും ഞാൻ തന്നെ വണ്ടി ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഇവരെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ അവർ പൾസും ഒന്നുമില്ല, ഈസിൻ്റെയൊക്കെ നോക്കി ഒന്നുമില്ല, മരിച്ച അവസ്ഥയിലായി. ഉടനെ തിരിച്ചും കുറച്ച് കഴിഞ്ഞപ്പോൾ 108 തന്നെ എൻ്റെ മകൻ അവരെയും കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ മോനെയും അല്ല അച്ഛനെയും കൊണ്ട് മണിലാലിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അവനും കൊണ്ടുവന്നപ്പോൾ അവരും മരിച്ചു. ഇതാണ് അവസ്ഥ. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനു മുമ്പും അവർക്ക് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞത് ഇവൻ്റെ ഭാര്യ ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഭാര്യയുടെയും ഭർത്താവിൻ്റെ അറിവോടുകൂടിയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം ഞാൻ ആദ്യം കണ്ടില്ല. ഇപ്പം ഞാൻ തിരക്കിയപ്പോഴാണ് ഈ കത്തിൻ്റെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതിന് രണ്ടുപേരുടെയും ആ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അറിവോടാണ് നിൽക്കുന്നത്. അതിൽ മകൻ എന്തായാലും 28 വയസ്സായ ഒരു മകനാണ്. എന്തായാലും പോളിടെക്നിക്കിനെ കഴിഞ്ഞിട്ടുള്ളൊരു പയ്യനാണ്, പഠിക്കുന്നൊരു പയ്യനായിരുന്നു. ഇടയ്ക്ക് നല്ല പയ്യനാണ്. നമ്മുടെ നാട്ടിലേക്ക് ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഫാമിലി സാമ്പത്തിക പ്രതിസന്ധി എന്നാണ്. മുമ്പും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞങ്ങളൊക്കെ ഇടപെട്ട് നമ്മൾ സുഹൃത്തും കൂടിയാണ് ഈ പയ്യൻ, ലാലെന്ന് വിളിക്കുന്ന പയ്യൻ. അതിന് നമ്മൾ മുമ്പൊക്കെ ഈ സാമ്പത്തിക പ്രതിസന്ധി വരെ നമ്മളൊക്കെ ഇടപെട്ട് ഇങ്ങനെ ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണ്, നമുക്ക് ഇത് തരണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലും സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ പരിഹരിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനപ്പെടുത്തി ഒക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പം എന്തോ ദാരുണമായ ഒരു സംഭവമായി നെയ്യാറ്റിൻകര ആകെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു ദാരുണമായ ഒരു സംഭവമായിട്ട് കുടുംബത്തിൽ ഒരു മകനേ ഉള്ളൂ. ആ മകൻ ഉൾപ്പെടെ ആ കുടുംബത്തിൽ ഇനി അവശേഷിക്കുന്ന ആരുമില്ല. എല്ലാവരും നഷ്ടപ്പെട്ടൊരു കുടുംബമായി മാറി. നെയ്യാറ്റിൻകര പോലീസ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു.